ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. അങ്ങനെ നമ്മുടെ 30-30 ചാലഞ്ചായിട്ടുള്ള 30 ഡേയ്സ് 30 ക്വസ്റ്റ്യൻ ചാലഞ്ചിലെ ഡേ 28 ആണെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ, അതായത് ഡേ 28-ലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കൂ. ഓക്കെ, കൂടെ തന്നെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, GK ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ 28-ലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: നഗരങ്ങളിൽ നടപ്പാക്കിയ സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിൻ 2023 സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം ലഭിച്ച ജില്ലകൾ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. അതായത് നഗരങ്ങളിൽ നടപ്പാക്കിയ സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിൻ 2023 സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം ലഭിച്ച ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴയും തൃശ്ശൂരുമാണ് 1-ാം സ്ഥാനം ലഭിച്ച ജില്ലകൾ. ഓക്കെ, ആലപ്പുഴ, തൃശ്ശൂർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഏത് വാതകമാണ് എന്നുള്ളതാണ് ചോദ്യം. ചിരിപ്പിക്കുന്ന വാതകം, ലോഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡാണ്. ലോഫിംഗ് ഗ്യാസ്, ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ: കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? പാകിസ്ഥാനാണ് കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ: ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? പമ്പയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി. പമ്പ നദിയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് വൃദ്ധഗംഗ? ഗോദാവരി നദിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി. ഓക്കെ, ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ നദിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി നദിയുമാണ്. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ: ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ് ആദ്യത്തെ ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി? ആരാണ്? KM ബീനമോൾ ആണ് ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി. KM ബീനമോൾ. ഓക്കെ, സെവൻത്ത് ക്വസ്റ്റ്യൻ: ഭാരത് രത്നം ലഭിച്ച ആദ്യത്തെ സംഗീതജ്ഞ ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ് ഭാരത് രത്നം ലഭിച്ച ആദ്യത്തെ സംഗീതജ്ഞ? MS സുബ്ബലക്ഷ്മിയാണ് ഭാരത് രത്നം ലഭിച്ച ആദ്യത്തെ സംഗീതജ്ഞ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എയ്ത്ത് വൺ: ചുണ്ണാമ്പ് കല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് ചുണ്ണാമ്പ് കല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ചുണ്ണാമ്പ് കല്ലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഏതാണ്? രാജസ്ഥാനാണ് ചുണ്ണാമ്പ് കല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഓക്കെ, നയൻത്ത് ക്വസ്റ്റ്യൻ: ജരാവ എവിടുത്തെ ആദിവാസി വിഭാഗമാണ്? ജരാവ എന്നുള്ളത് എവിടുത്തെ ആദിവാസി വിഭാഗമാണ് എന്നുള്ളതാണ് ചോദ്യം. എവിടുത്തെ ആദിവാസി വിഭാഗമാണ് ജരാവ? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ആദിവാസി വിഭാഗമാണ് ജരാവ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ആദിവാസി വിഭാഗമാണ് ജരാവ. ഓക്കെ, 10th ക്വസ്റ്റ്യൻ: ജൂമിംഗ് ഏത് സംസ്ഥാനത്തെ പ്രധാന കൃഷിരീതിയാണ് എന്നുള്ളതാണ് ചോദ്യം. എവിടത്തെയാണ്? അരുണാചൽ പ്രദേശിലെ പ്രധാന കൃഷിരീതിയാണ് ജൂമിംഗ്. ഓക്കെ, ജൂമിംഗ് അരുണാചൽ പ്രദേശിലെ പ്രധാന കൃഷിരീതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11th വൺ: ഡക്കാൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ്? പൂനെ ആണ് ഡക്കാൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന സ്ഥലം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12th വൺ:
ഡക്കാൻ്റെ രത്നം എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? പൂനെ തന്നെയാണ്. ഓക്കെ, ഡക്കാൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നതും അതേപോലെ തന്നെ ഡക്കാൻ്റെ രത്നം എന്നറിയപ്പെടുന്നതും രണ്ടും ഏതാണ്? രണ്ടും പൂനെ തന്നെയാണ്. ഓക്കെ, 13th ക്വസ്റ്റ്യൻ. ഡൽഹിയുടെ പഴയ പേര്. ഡൽഹിയുടെ പഴയ പേര് എന്തായിരുന്നു? ഇന്ദ്രപ്രസ്ഥം എന്നായിരുന്നു ഡൽഹിയുടെ പഴയ പേര്. ഓക്കെ, ഡൽഹിയുടെ പഴയ പേര് എന്ത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ഇന്ദ്രപ്രസ്ഥം എന്നുള്ളതാണ് ഡൽഹിയുടെ പഴയ പേര്. ഓക്കെ, 14th ക്വസ്റ്റ്യൻ. ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന നഗരം. ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന നഗരം ഏതായിരുന്നു? കൊൽക്കത്തയായിരുന്നു ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന നഗരം. കൊൽക്കത്ത ആണ് ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന നഗരം കൊൽക്കത്ത ആണ്. ഓക്കെ, നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ. ഡൽഹിയെ ദേശീയ തലസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം. ഡൽഹിയെ ദേശീയ തലസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏതായിരുന്നു? 1992 ആണ്. 1992 ആണ് ഡൽഹിയെ ദേശീയ തലസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം. 69ാം ഭരണഘടനാ ഭേദഗതി വെച്ചിട്ടാണ് ഡൽഹിയെ ദേശീയ തലസ്ഥാനമായി 1992 പ്രഖ്യാപിച്ചത്. ഏത് ഭേദഗതിയായിരുന്നു? 69ാം ഭരണഘടനാ ഭേദഗതി വെച്ചിട്ടാണ് ഡൽഹിയെ ദേശീയ തലസ്ഥാനമായി 1992 പ്രഖ്യാപിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16th വൺ. ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായ വർഷം. ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായ വർഷം ഏതാണ്? 1956 ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായത്. ഓക്കെ, 1956 1956 ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായി മാറിയത്. 17th ക്വസ്റ്റ്യൻ. ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം. ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? അഹമ്മദാബാദാണ് ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം. ഏതാണ്? ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? അഹമ്മദാബാദാണ് ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം. ഓക്കെ, 18th വൺ. നാടുകാണിച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല. നാടുകാണിച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറമാണ് നാടുകാണിച്ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല. മലപ്പുറം ജില്ലയിലാണ് നാടുകാണിച്ചുരം ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? നെയ്യാർ ആണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. നെയ്യാർ നദി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 20th ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ ചുരം ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ചുരം ഏത്? ഏതാണ്? ആര്യങ്കാവ് ചുരമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ചുരം. ആര്യങ്കാവ് ചുരം. 21ാമത്തെ ക്വസ്റ്റ്യൻ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏത്? പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏത്? പമ്പയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി. ഓക്കെ, അതേപോലെ തന്നെ പമ്പയുടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ദക്ഷിണ ഭാഗീരഥി എന്ന് പറയുന്നത് ഏത് നദിയായിരുന്നു എന്നുള്ളത് അല്ലേ? അതും തന്നെയാണ്? പമ്പ തന്നെയാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏത്, അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്ന നദി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? പമ്പയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത്. 22nd വൺ. ജീവിക്കുന്ന കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആര്? ജീവിക്കുന്ന കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആര്? ആരാണ്? ശകുന്തളാദേവിയാണ് ജീവിക്കുന്ന കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വ്യക്തി. ശകുന്തളാദേവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബീജഗണിതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ബീജഗണിതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ്? ഡയഫ്രസ് ആണ് ബീജഗണിതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഡയഫ്രസ് ആണ് ബീജഗണിതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 24th വൺ. കേരളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ഏത്? കേരളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? തച്ചോളി തമ്പുരാനാണ് കേരളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ്. ഓക്കെ, തച്ചോളി തമ്പുരാനാണ് കേരളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ്. 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ ക്രിക്കറ്റർ. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ ക്രിക്കറ്റർ ആരാണ്? എസ് എ ദുരാനിയാണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ ക്രിക്കറ്റർ. എസ് എ ദുരാനി. ഓക്കെ, 26th വൺ. ആധുനിക ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? റെനെ
ഡെക്കാർത്തെ ആണ് ആധുനിക ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. റെനെ ദെക്കാർത്തെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ 3D സിനിമ. കേരളത്തിലെ ആദ്യത്തെ 3D സിനിമ ഏത്? മൈ ഡിയർ കുട്ടിച്ചാത്തനാണ് കേരളത്തിലെ ആദ്യത്തെ 3D സിനിമ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യ നാവികൻ ആര്? ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യ നാവികൻ ആരാണ്? മെഗല്ലൻ ആണ് ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യ നാവികൻ. മെഗല്ലൻ ആണ് ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യ നാവികൻ. 29th വൺ. കേരളത്തിലെ ആദ്യത്തെ 70mm സിനിമ. കേരളത്തിലെ ആദ്യത്തെ 70mm സിനിമ ഏതാണ്? പടയോട്ടമാണ് കേരളത്തിലെ ആദ്യത്തെ 70mm സിനിമ. പടയോട്ടം. ഓക്കെ, 30th ക്വസ്റ്റ്യൻ ആൻഡ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാഷിംഗ് പൗഡറിൻ്റെ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ബോറോൺ സംയുക്തം ഏത് എന്നുള്ളതാണ് ചോദ്യം. വാഷിംഗ് പൗഡറിൻ്റെ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ബോറോൺ സംയുക്തം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ബൊറാക്സ് ആണ് വാഷിംഗ് പൗഡറിൻ്റെ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ബോറോൺ സംയുക്തം. ബൊറോക്സ്. ഓക്കെ, അതിൻ്റെ പേരാണ് സോഡിയം ബൊറേറ്റ് എന്നും കൂടെ അതിന് പറയും. ബൊറോക്സിനെ പറയുന്നതാണ് സോഡിയം ബൊറേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ 30 GK ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഡേ 28-ലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആവാൻ വേണ്ടി 2 ഡേയ്സും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.